ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? 2 കണ്ണാടി ഉണ്ട് ഈ കാറിന്. സാറേ എല്ലാവർക്കും എല്ലാ കാറിനും 2 കണ്ണാടിയുണ്ട്. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ 1 കണ്ണാടിയേ ഉള്ളൂ. വീട്ടിലെ അല്ല, കാറുകൾക്കെല്ലാം 2 കണ്ണാടിയുണ്ട്. ആണോ? നമുക്ക് സമ്മാനമായിട്ട് കിട്ടിയതല്ലേ? അതെ, ഐശ്വര്യമായിട്ട് വന്നേ. കാറ് വന്ന ദിവസം, ഐശ്വര്യമുള്ള ദിവസം കാറുമായിട്ട് നിന്നൊരു സെൽഫി അങ്ങ് എടുക്കാം. ഐശ്വര്യമായിട്ട് നമുക്ക് യാത്ര നടക്കുന്നത്. ആഹാ, ഫ്രീക്കനാണോ? അല്ല, രാജൻ. അതല്ലേ യോയോ വെച്ചേക്കുന്നു. ഇത് യോയോ വെച്ചല്ല. പിന്നെ എങ്ങനെ വെക്കുന്നത്? യോയോ വെക്കുന്നത് ഫ്രീക്കന്മാര്. നീ നേരത്തെ ഡോർ തുറന്നില്ലേ? അന്നേരം അതിന്റെ ഇടയ്ക്കകത്ത് 2 വിരല് പോയി. അത് മടങ്ങിയിരിക്കുന്ന അതാണോ? അല്ല, യോയോ അല്ല. എന്നാലും ഒരെണ്ണം പിടിച്ചേക്കാം. അങ്ങനെ കാറിങ് വന്ന്. അതെ, വേറെ പ്രശ്നം ഞാൻ നോക്കിയിട്ട് പാവപ്പാടെയുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്, ഇവിടെ വഴി 3 അടിയേ ഉള്ളൂ. വണ്ടി 3.5 അടിയുണ്ട്. അകത്തോട്ട് കയറത്തില്ല. തൊട്ട് കയറണം. അത് ചെറിയൊരു വേലിയേറ്റത്തിന്റെ വേലിയിറക്കത്തിന്റെ പ്രശ്നമാണ്. ഇവിടെ എങ്ങനെയാണ് വേലിയേറ്റം വേലിയിറക്കം വരുന്നത്? രാത്രി ആകുമ്പോഴേ ഞാൻ വേലി അങ്ങോട്ട് കയറ്റി കിട്ടും. പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ വേലി അങ്ങോട്ട് ഇറക്കി കിട്ടും അവൻ. അപ്പുറത്തെ വീട്ടില്. അങ്ങനത്തെ വേലിയേറ്റം വേലിയിറക്കും. അത് സാരമില്ല, ഞാൻ അവനോട് ചോദിച്ച് സ്ഥലം വാങ്ങിച്ചോളാം. നമ്മുടെ ഇതിപ്പോ 3.5 അടിയാണ്. വണ്ടി 3.5 അടിയാണ്. വഴി നിങ്ങൾക്ക് 3 അടിയോ? അപ്പൊ ഈ വണ്ടി കേറി മുറ്റത്ത് കിടക്കത്തില്ല. അരയടി. അത് അവനോട് ചോദിക്കാം. അവനോട് ഞാൻ വിളിച്ച് ചോദിക്കാം. ഇവിടെ ഉണ്ടാവോ? പിന്നെ അവൻ എവിടെ പോനാ? നേരം വെളുത്താ വൈകുന്നേരം വരെ വാതിലും അടിച്ച് പെമ്പർ നോക്കിയായിട്ട് അകത്തിരിപ്പല്ലേ അവന്റെ ജോലി. അല്ലാതെ എന്ത് പണിക്ക് പോകുന്നവൻ? അല്ല, ഇപ്പൊ നിങ്ങൾക്ക് എന്തോ ജോലി? അല്ല, അങ്ങനെ ചോദിച്ചാൽ ഞാനും പുറത്തിറങ്ങുന്നുണ്ടല്ലോ. എപ്പ പുറത്തിറങ്ങുന്നു? മുടിയൊക്കെ വെട്ടാനായിട്ട് പുറത്തിറങ്ങുന്നില്ലേ? അയ്യോ, എല്ലാം കണക്കാ. വിളിക്ക്. സതീശൻ ചേട്ടൻ. സതീശ, ഓ നീ വന്നേ. ഞാൻ പറഞ്ഞില്ലേ, എണ്ണ മുണ്ട് മടക്കി കുത്തി വരുവായിരുന്നു. വാ, ഒരു സന്തോഷ വാർത്തയടാ. ഞങ്ങൾക്കൊരു നറുക്കെടുപ്പിലൊരു വണ്ടി കിട്ടി, കാറ്. ജുവലറിയുടെ നറുക്കെടുപ്പ്. അത് കിട്ടിയതാ. എനിക്കാ കിട്ടിയത്. ഇവനെ ഡ്രൈവറായിട്ട് നമ്മൾ നിയമിച്ചു. അപ്പൊ വണ്ടി ഒന്ന് നമ്മുടെ മുറ്റത്ത് കയറി കിടക്കണം. അപ്പൊ അതിന്റെ അകത്ത് വിഷയം എന്താന്ന് വെച്ചാല് 3.5 അടിയാണ് കാറ്. 3 അടിയേ വഴിയുള്ളൂ. 1/2 അടി നിന്റെ പറമ്പിൽ നിന്ന് എനിക്ക് വേണ്ടി തരണം. 1/2 അടി ഞാനിപ്പോ നിന്റെ കാറ് കയറി കിടക്കാൻ വേണ്ടി തരണം. അത്രേ ഉള്ളൂ. എടാ, അതിലും ഭേദമായി. ആ കാറിന്റെ കമ്പനി പറഞ്ഞിട്ട് കാറ് 3 അടിയായിട്ട് അങ്ങോട്ട് കുറക്കടാ. അപ്പൊ കയറി ഇങ്ങോട്ട് കിടക്കാലോ. അങ്ങനെ ചെയ്യാലോടി. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? നമ്മൾ ആറ്റുനോറ്റൊരു കാറ് കിട്ടിയിട്ട് അതിന്റെ നീളവും വീതിയും കുറയ്ക്കാൻ പോകുന്നോ നിങ്ങള്? അല്ല, അത് നടക്കേലടാ. അത് നടക്കുന്ന പ്രശ്നമല്ല. അത് കമ്പനി പണിത് വെച്ചിരിക്കുന്നതാണ്. അതിന്റെ അകത്ത് നിന്ന് അടികൾ കുറയ്ക്കാൻ പറ്റത്തില്ല. എങ്ങനെയെങ്കിലും അത് ചുരുക്കി കയറ്റാൻ നോക്കടാ. ചുരുക്കി കയറ്റിയത് കാലം കൂടെ അല്ല, കാറാണത്. പറ, നീ ഒരു 4 യൂണിയൻ പണിക്കാരെ വിളിക്കാം. എന്നിട്ട് അവരെ കൊണ്ട് ചുമന്ന് ആ കാറ് നിന്റെ മുറ്റത്തെടുക്കുക. നിനക്ക് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചുമന്ന് പുറത്തേക്ക് ഇടുക. നല്ല ഐഡിയ. നല്ല ഐഡിയ ആണ്. നിങ്ങളെ തന്നെ ചുമക്കുന്ന പാട് എനിക്കറിയാം. ഇനി അതിന് വേറെ 4 അവന്മാരും കൂടെ ഒന്ന് പോവാൻ മനുഷ്യായിരുന്നു. ഇത് നടക്കില്ല. നീ 1/2 അടി സ്ഥലം തന്നാ മതി, അപ്പൊ തീർന്നു പ്രശ്നം. 1/2 അടി സ്ഥലോ? നടക്കൂല. ബിന്ദു ബിന്ദുവിനെ വിളിക്ക. നീ ആലോചിച്ച് തീരുമാനിച്ചു. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആണുങ്ങളല്ലേ, ഭാര്യമാരല്ലോ. അല്ല, എടി സംഭവം അവർക്ക് പുതിയൊരു കാറ് കിട്ടി, സമ്മാനമായിട്ട് കിട്ടിയതാണത്. അപ്പൊ ആ കാർ ഇങ്ങോട്ട് കറക്കണമെങ്കിൽ നമ്മൾ 1/2 അടി കൊടുക്കണം. നമ്മൾ 1/2 അടി കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാടി. ആകെ 3 സെന്റ് സ്ഥലമുള്ളൂ ഞങ്ങൾക്ക്. ഇനി നിങ്ങൾക്ക് 1/2 അടി തന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? അല്ല, ഒരു കാറ് വന്ന് മുറ്റത്ത് കിടക്കുന്നത് നല്ലതല്ലേ? പെട്ടെന്ന് ഇവനൊരു നെഞ്ചുവേന വന്നാൽ കൊണ്ടുപോകാനായിട്ടൊരു കാർ വേണ്ടേ? നെഞ്ചുവേന വന്നായിരുന്നു. എപ്പാ? നിങ്ങക്ക് കാറ് വന്നെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ചേട്ടൻ നെഞ്ചുവേന വന്നായിരുന്നു. അത് അസൂയ കൊണ്ട്. അല്ലാതെ ഉള്ള ബീഫ് എല്ലാം കൂടെ വലിച്ചു കയറ്റിട്ട് ഞരമ്പൂല ബ്ലോക്ക് ആയിട്ട് ഒരു അറ്റാക്ക് വന്നാൽ കൊണ്ടുപോകാനായിട്ട് കാർ വേണ്ടടാ. എടാ മോനെ, ആ വെള്ളം ഈ കാര്യത്തിൽ വേവൂല. നീ എന്തേലും കഴുത്തിൽ വേകാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ടോ? ഉണ്ട്, നിങ്ങളുടെ തല പുഴുങ്ങാന്. ആരും കയറാനുള്ള പടി ചോദിക്കുന്നുണ്ടോ? എടാ, നീ 1/2 അടി സ്ഥലം തരിക, വണ്ടി കൊണ്ട് കയറ്റി, അത്രേ ഉള്ളൂ. അതിവിടെ നടക്കൂല. അതിവിടെ നടക്കും. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയില് ജോലി ചെയ്ത ആളാണ് എന്റെ കൊച്ചമ്മ. ഇംഗ്ലീഷ് സംസാരിച്ചോണ്ടിരുന്ന ആളാണ്. അവരിവിടെ വന്ന് താമസിക്കേണ്ട, ഈ വേലി കെട്ട് ഈ വീട്ടിൽ വന്ന് താമസിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഇയാൾ അവരുടെ വീട്ടിൽ വണ്ടി ഓടിക്കാൻ ചെന്ന് ഇവരെ കറക്കിയെടുത്താണ്. അല്ല, അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നത്? ഞാൻ ഈ പ്ലോയ് പറഞ്ഞപ്പോ അങ്ങ് പറഞ്ഞു. അതുകൊണ്ട് ഞാനൊരു കാര്യം തുറന്നങ്ങ് പറഞ്ഞേക്കാണ്. എന്റെ കാറ് കിട്ടിയപ്പോ എനിക്ക് ഇവിടെ കയറ്റി തരണം. അതിന് 1/2 അടി വഴി നീ എനിക്ക് തരണം. അതിനിവിടെ ചോരപ്പുഴ ഒഴുകും. എന്താ ചോരപ്പുഴ ഒഴുകുമെന്ന്? അതിന്റെ അർത്ഥം എന്താടാ? മനസ്സിലായില്ലേ? ഇല്ല. നിങ്ങളുടെ തല അവൻ വെട്ടുവന്ന്. എന്റെ തല നീ വെട്ടുന്നോ? ഞാൻ വെട്ടും. നിനക്ക് ഓർമ്മ കിട്ടോടാ? ഈ മുറ്റത്ത് നമ്മൾ 2 പേരും ഓടിക്കളിച്ച് നടന്നവരാണ്. അതൊന്നും മറക്കരുതടാ നീ. ഈ മുറ്റത്ത് അതൊന്നും നീ മറന്നിട്ടില്ലല്ലേ? ഞാൻ മറന്നിട്ടില്ല. ഞാനും മറന്നിട്ടില്ലടാ. എന്റെ അച്ഛനെ
2 തോളായിരുന്നു, 2 തോള്. എല്ലാ അച്ഛന്മാർക്കും 2 തോളാടാ. മോഹൻലാലിന്റെ തോള് മാത്രമേ ഇത്തിരി ചെരിഞ്ഞിട്ടുള്ളൂ. ബാക്കി എല്ലാവർക്കും നല്ല തോളുകളാണ്. എടാ എന്റെ അച്ഛന് 2 തോളത്തിനടുത്തറിയാമോ? ഒരു തോളത്ത് എന്നെയും മറുതോളത്ത് നിന്നെയും കയറ്റിയിട്ടാണെന്നടാ അച്ഛൻ ഉത്സവത്തിന് വരുന്നത്. അച്ഛൻ സ്വന്തം മകനായി എനിക്ക് കളിപ്പാട്ടം മേടിച്ചു തരാതെ നിനക്ക് കാർ മേടിച്ചു തന്നിട്ടാ എന്റെ അച്ഛൻ. എനിക്ക് മേടിച്ചത് വെറും അമ്മാവൻ പിപ്പിയാടാ, അമ്മാവൻ പിപ്പി. നിനക്ക് അമ്മാവനല്ലേ ഉണ്ടല്ലോ പി പി വാങ്ങിച്ചു തരാനായിട്ട്. അതല്ലെന്ന്, കോലിന്റെ ബലൂണുള്ള ഒരു പി പി ഇല്ലേ, ഊതി കഴിയുമ്പോ ഇങ്ങനെ സൗണ്ട് കേൾക്കണത്, ആ പി പി എനിക്ക് മേടിച്ചത്. അപ്പോഴും എന്റെ അച്ഛൻ നിനക്ക് കാർ മേടിച്ചു തരുമായിരുന്നു. എടാ എന്നിട്ട് നീ എനിക്ക് തിരിച്ചൊരു കാർ മേടിച്ചു തന്നിട്ടുണ്ടോടാ? നീ എന്തെങ്കിലും നീ എനിക്ക് പ്രത്യുപകാരം ചെയ്തിട്ടുണ്ടോ? അതിനുള്ള സമയമാണോ ഇത്? ഞാൻ ചെയ്യും. എന്നിട്ട് നീ എന്താ ചെയ്യാത്തത്? അവന് ഞാൻ കാർ വാങ്ങിച്ചു കൊടുക്കും. ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോവില്ലേ? ഞാൻ ചെയ്യും. ഞാൻ ഓടിച്ചിട്ടുമില്ല, കാർ കൊടുക്കരുത്. അതല്ല, വേറെ കാർ വാങ്ങിച്ചു കൊടുക്കും. കാര്യം അവൻ എന്റെ കളിത്തോഴനാണ്, അവൻ സ്നേഹമുള്ളവനാണ്, എന്റെ ചെറിയ കൂട്ടുകാരനാണ്. അവനൊരു കാർ ഞാൻ വാങ്ങിച്ചു കൊടുക്കട്ടെ. നിനക്ക് ചുമലക്കാറാണോ ഏത് കാറാ കളർ ഇഷ്ടം? നീലക്കാർ മതി. നീലക്കാർ മതി. നീലക്കാർ മതി. ഇവിടെ എവിടെയാ ഉത്സവം നടക്കുന്നത്? എന്തിനാടാ? ചിന്തിക്കടന്നൊരു കാർ വാങ്ങിച്ചു തരാ നിനക്ക്. അപ്പൊ നീ എന്നെ കളിയാക്കിയതല്ലേ? ആ കളിയാക്കാടാ. ശരിയാക്കി തരാടാ. നീ എന്ത് ശരിയാക്കിടാ? ശരിയാക്കി എന്തായാലും നമ്മുടെ കാറിൽ മുറ്റത്ത് തന്നെ കിടക്കും. വെട്ടും. എന്റെ ദൈവമേ, എന്റെ ചേട്ടന് ആ വാഴയെ പിടിച്ചോണ്ടല്ലേ എന്ന് രാത്രി നിന്ന് മൂത്രം ഒഴിക്കുന്നത്. ഇനി എന്റെ ചേട്ടന് എന്ത് പിടിച്ചു നിന്ന് മൂത്രം ഒഴിക്കോ? എന്താ സതീഷ, എന്താ പ്രശ്നം? എന്താ മെമ്പറെ, ഒരു പുതിയൊരു കാറ് കിട്ടും മെമ്പറെ. അതെന്റെ വീടിന്റെ മുറ്റത്തൊന്ന് കിടക്കണം മെമ്പറെ. ഞാൻ പറയാം. ഞങ്ങൾക്ക് ഒരു ഞറക്കെടുപ്പില് ഒരു കാർ ഞാൻ അറിഞ്ഞിട്ടല്ലേ വരുന്നത്. അതിങ്ങോട്ട് കയറ്റിയിടണം. അപ്പൊ 3 അടിയാണ് വഴിയുള്ളൂ എനിക്ക്. അടി എന്താ കാർ ഇവിടെ കയറ്റിയിടാം. ഞാൻ മേടിച്ചു തരാം, കാർ ഞാൻ ഇവിടെ കിടത്തി തരാം. പക്ഷേ ഇന്ന് ആര് തരുന്നില്ലത്? സതീഷ ഇങ്ങ് വന്നേ. ഒരു പ്രശ്നം ഉണ്ടാക്കട്ടെ. അവർക്ക് കാർ സമ്മാനമായിട്ട് കിട്ടിയാണ്. അരയടി വഴി നീ കൊടുക്കണം, കാർ ഇവിടെ കയറ്റിയിടണം. അതിലെ കാർ പിന്നെ എന്നാ കുഴപ്പമില്ല. എന്റെ മരിച്ചുപോയ അച്ഛനെ ദഹിപ്പിച്ച സ്ഥലമാണത് അവിടെ. എന്റെ അച്ഛന് ഡിസ്കിന് കംപ്ലൈന്റ് ഉള്ള ആളാണ്. ഈ കാർ ഏതൊരു അങ്ങോട്ടും ഇങ്ങോട്ട് കയറി ഇറക്കി കഴിഞ്ഞാല് എന്റെ അച്ഛന്റെ ഡിസ്ക് എന്ന് കഴിഞ്ഞാല് ഇവ സമാധാനം പറയോ? കാർ പോയെന്നും പറഞ്ഞ് നിന്റെ അച്ഛൻ എഴുന്നേറ്റ് ഡിസ്കോ കളിക്കാനൊന്നും പോണില്ല. അറിയാം, കാർ കൊണ്ടുവരട്ടെ, ഞാൻ സമ്മതിപ്പിക്കാം. എന്നാലും എന്റെ അച്ഛന്റെ ആത്മാവ് അതൊന്നും സമ്മതിക്കൂല. ഈടാ, നിന്റെ അച്ഛന്റെ ആത്മാവിന് എന്തേലും ഒരു മേലാഴി വന്നാൽ കൊണ്ടുപോകാനായിട്ട് ഈ കാറല്ലാതെ വേറെ കാറുണ്ട് അവിടെ. എന്റെ മുമ്പിൽ ഇത് നാറി തന്നെ വിളിക്കരുത്. തെണ്ടി എന്ത് പറഞ്ഞാലും കാർ ഞാൻ ഇവിടെ കയറ്റി. ഞാൻ പരിഹരിച്ചു തരാം. ഇങ്ങനെ എന്തായാലും ഇത് നമുക്ക് രമ്യമായിട്ട് പരിഹരിക്കണം. അതാരെ രമ്യ? ഇനി അതുകൂടെ വരുവോ? അതെന്ന് പറഞ്ഞ ഇലയ്ക്കും മുള്ളിനും കേടില്ല, അത് പരിഹരിക്കാന്നാണ് ഞാൻ പറഞ്ഞത്. ഇല ആര് കൊണ്ടുവരണം, മുള്ളാരി കൊണ്ടുവരണം. ചക്കിക്കൊത്ത ശങ്കരൻ തന്നെ. ശങ്കരനാരാണ്, ചക്കിയാരാണ്? ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമാണ്. തീരുമാനം ഉണ്ടാക്കിയാൽ മതി. എടാവേ, ഞാനൊരു ഉപമ പറഞ്ഞാണ്. അതല്ലല്ലോ കാറ് കേട്ടേണ്ടതല്ലേ ഇവിടുത്തെ വിഷയം. അതാണ് വിഷയം. അത് നമുക്ക് സംസാരിക്കാം. നീ വന്നേ. എന്താ നിന്റെ ഉദ്ദേശം? നമ്മള് കാർ കയറ്റി പള്ളി തീർക്കാൻ തന്നെ എന്റെ ഉദ്ദേശം. കയ്യൂക്കിന്റെ ബലത്തിലാ? അതെ. അവിടെ നിൽക്കാൻ പറയട്ടെ. അതെ, അപ്പം പ്രശ്നം അവൻ കയ്യൂക്കിന്റെ ബലത്തിൽ തീർക്കാന്നാ പറയണത്. ഓഹോ, അങ്ങനെയാണെങ്കിൽ എനിക്കൊരാളോട് ചോദിക്കാനുണ്ട്. എനിക്ക് തോന്നി നിങ്ങളുടെ പിന്നിൽ ആരോ ഉണ്ടെന്ന് എനിക്ക് തോന്നി. അതാണല്ലോ പ്രശ്നം ഉണ്ടാക്കി. ആരാണ് അയാൾ? അത് പറയൂ. എന്റെ അടൂരുള്ള അപ്പച്ചി. അപ്പച്ചി. അടൂരിലെ അപ്പച്ചി ഞാൻ ഇറക്കും. അപ്പച്ചി ആരാ? 18 കളരി കാശാട്ടിയാണ്. അപ്പച്ചിയോ? ആ, 19 അടവും അവർക്കറിയാം. അപ്പച്ചിനെ ഇങ്ങോട്ട് വിളിപ്പിക്കും. ഞാൻ ഇറക്കും സ്പോട്ടില്. അത് ശരി. ആ, അത്രേ ഉള്ളൂ. എനിക്ക് കാറിന്റെ സ്ഥലം വേണം മെമ്പറെ. അത് ശരിയാക്കി ഉള്ളൂ. ഒന്ന് മിണ്ടായി വേണ്ടുമ്പോൾ കുഴപ്പമാണ്. അടൂർത്തവന്റെ അപ്പച്ചി വിളിക്കുക, അവര് കളരിയാണെന്നാ പറയണത്. എന്റെ മെമ്പറെ, ഇവന് കാർ അടിച്ചു എന്ന് അറിഞ്ഞപ്പോ തന്നെ ഇവിടെ ഈ പുകയിലുണ്ടാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എന്റെ ചിറ്റപ്പനെ ഞാൻ ഇറക്കിയിട്ടുണ്ട്. കുംഫു ആണ്, കരാട്ടയാണ്, ചൈനയിൽ പോയി പഠിച്ച ആളാണ്. ആരാണെന്നറിയാമോ? അഞ്ചാലമ്മൂട് ആണ്ടവൻ. പുള്ളി വരും, വന്നിരിക്കും. ഏതാണ്ടവൻ വന്നാലും എന്റെ അപ്പച്ചയുടെ മുമ്പിൽ ഒന്നുമല്ല. ഇവിടെ ചോരപ്പുഴ ഒഴുക്കരുത്, അവരെ വിളിക്കണം. ഇവിടെ ചോരപ്പുഴ. ഈ വഴിയുടെ പേര് ചോരപ്പുഴ ഒഴുക്കോടാ. ഞാൻ എന്റെ വണ്ടി കയറ്റിയിടും. അപ്പച്ചി കേറി പോര്. 18 കളരി കാശാട്ടിയായ എന്റെ ലോകനാഥമ്മയായ അപ്പച്ചി ഒന്നിനും ഒരു വിട്ടുവീഴ്ച പാടില്ല അമ്മച്ചി. അങ്ങനെ എന്റെ കളരി പരമ്പര ദൈവങ്ങളെ, ലോകനാർക്കാവിലമ്മേ, ഇന്നൊരു തല കൊയ്യാൻ ഭാഗ്യം തരണേ. എന്താ അപ്പച്ചി നിലത്തുനിന്ന് വാരത്തിരുന്നത്? നിലത്തുനിന്ന് വാരി തിന്നു അല്ലടാ പൊട്ട, ഞാൻ തൊട്ടു വണങ്ങിയതാ. അപ്പച്ചി വന്നടാ. അടൂരപ്പച്ചി. അതാണ് അടൂരപ്പച്ചി. ചിറ്റപ്പ, ആണ്ടവൻ ചിറ്റപ്പ. എന്ത് പ്രശ്നം?
ഇപ്പൊ തന്നെ വയ്യെന്നാണല്ലോ പറയുന്നത്. കൊറോണ വന്നേ പിന്നെ ഇങ്ങനെ ഇത്തിരി വലിച്ചിലുണ്ട്. ഇടത്തു മാറി വലത്തു മാറി ഞെരിഞ്ഞമർന്ന്. അപ്പച്ചി. അയ്യോ, കസേര എവിടെ? കസേര. അവിടെ പല്ല് പോയി. സാരമില്ലടാ മക്കളെ, എടുക്കാൻ വെച്ചിരുന്ന പല്ല 1000 രൂപ ലാഭം. ശരി, അപ്പച്ചി. നിങ്ങൾ പല്ലെടുക്കാൻ വന്നാൽ അടിച്ചു തീർക്കവനെ. ഇവിടെ കാറ് കയറിയിട്ടുള്ള സംഭവം വീശി കൊടുത്തേ. ഒരു മമ്മട്ടി കിട്ടും. എന്തിനാണ് ആ തള്ളയെ നിലത്തുനിന്ന് ഇങ്ങനെ വടിച്ചു കോരിയെടുക്കാൻ. വടിച്ചു കോരി കുഴിച്ചു മൂടിയത്? ഒന്നും നോക്കണം. ചാറിയാണ് ചാറ്. വെള്ളമെല്ലാം നമ്മുടെ കുടിക്കണം. അഭിമാനത്തിന്റെ പ്രശ്നമാണ്. കാർ ഇവിടെ കയറണം. ഞാൻ സംസാരിച്ച് കാർ കയറ്റി ഈ പ്രശ്നം വേണോ? എന്റെ കയ്യിൽ ഒരടവുണ്ട്, ഒതുക്കി തരാം. അപ്പച്ചി, ചോര. വെള്ളം എഴുന്നേറ്റ്. ചാറെടുത്തിട്ട് വരാമോ? ഇടത്തു മാറി വലത്തു മാറി ഞെരിഞ്ഞമർന്ന് അങ്ങോട്ട് നോക്ക്. എന്ത് പറ്റി? ആംബുലൻസ് വിളിക്കാം. വെള്ളം കൊടുക്ക, വെള്ളം കൊടുക്ക. എന്ത് പറ്റിയത്? ഈ ഒരു പാട്ട് കേട്ടില്ലേ? ആ പാട്ടിനകത്തെല്ലാം ഉണ്ട്. പ്ലാക്കേട്ടിക്ക് കംപ്ലൈന്റ് പറ്റിയത് കണ്ടോ? ബോട്ടെല്ലാം പോയി. ഞങ്ങളുടെ ചിത്തപ്പൻ ഉഷാറാണ്. ഞങ്ങള് എഴുന്നേറ്റ് വരാൻ പറ നിങ്ങളുടെ അപ്പച്ചനോട്. ഒരു കൈ കൂടെ നോക്കാവടാ. ഒന്നുകൂടെ നോക്ക്. ഏറ്റവും വലിയൊരു അളവുണ്ട് ചൈനയുടെ. അത് ഞാൻ എടുക്കും. ഞാൻ എടുക്ക്. 19ാമത്തെ അടവറിയാവുന്ന ആളാണ് എനിക്കുന്നത്. ആദ്യം അയാളോട് നിന്ന് നിലത്തുറച്ച് നിൽക്കാൻ പറ. ഇടത്തു മാറി വലത്തു മാറി ഞെരിഞ്ഞമർന്ന് മതി. കൊല്ലവനെ. കൊല്ല്. ആണ്ട് കൊണ്ടുപോയി പറഞ്ഞു കൊല്ല്. ഞങ്ങളുടെ അപ്പച്ചി എന്ന് പറഞ്ഞാ ഉണ്ടല്ലോ, ചിറ്റപ്പനെ 18ാമത്തെ അളവെടുത്ത കൂടിക്കഴകൻ. അതിന് ഈ പ്രതലം പോരാ. അതിനു വേണ്ടി നിന്റെ അപ്പച്ചിനെ കൊണ്ട് അടുത്ത ഗ്രൗണ്ടിലേക്ക് പോയേക്കാണ്. എന്റെ അപ്പച്ചനല്ലടാ, എന്റെ അപ്പച്ചിയാണ്. അവർക്ക് ഗ്രൗണ്ട് വേണ്ട നിന്നടിക്കാനായിട്ട്. ഏത് ഗ്രൗണ്ടിലായാലും നിന്നടിക്കും. 19 ആടും അവരിറക്കിയിരിക്കും. നമുക്ക് കാണാം. അവിടെ പ്രശ്നമായി. എന്നാ പ്രശ്നം? അവര് പ്രശ്നമായിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. അതല്ലെന്ന്. പിന്നെ ജൂബിലിക്കാരി വിളിച്ച് പിന്നെ സമ്മാനം ഉണ്ടോ നമുക്ക്? പിന്നെ സമ്മാനമല്ല, പിന്നെ? നമ്മുടെ കാറ് കൊണ്ടുപോകാന്ന്. അതിനകത്തിനാ? നമ്മള് രാജരംഗനല്ലേ, ആ. കാറ് ശരിക്കും അടിച്ചേക്കുന്ന രംഗരാജനാ. അപ്പൊ അവര് ഈ കാറ് കൊണ്ടുപോകും. എനിക്കല്ലേ കാർ അടിച്ചത്? നമുക്കല്ല കാർ അടിച്ചേക്കുന്നത്, വേറെ ആൾക്കാണോ? വേറെ ആൾക്കാ. കഴിഞ്ഞോടാ നിന്റെ അഹങ്കാരം. തീർന്നോ നിന്റെ അഹങ്കാരം? നിന്റെ ഒരാളുടെ അഹങ്കാരത്തിന്റെ പുറത്തല്ലടാ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത്. നീ വഴി നിന്നിരുന്ന് ഈ കാർ ഇവിടെ കയറ്റി ഐഡിയയിലായിരുന്നു. മിണ്ടി പോരുത്. എടാ, ഒരാവശ്യമില്ലാതെ 2 നിരപരാധികൾ ആ ഗ്രൗണ്ടിൽ കിടന്ന് തമ്മി തല്ലുക. ചാകട്ടാ. അതുങ്ങളോട് ആരും സമാനം പറയടാ. നീ അല്ലേ സമാധാനം പറയണ്ടേ? അയ്യോ, എന്താ ചിറ്റപ്പത്? ഇതെന്താണ് ഈ കോലത്തില് ഈ തല വേഷത്തില്? കൊയ്ത് വരാന്ന് പറഞ്ഞു. കണ്ടില്ലേ? കല്യാണം കഴിഞ്ഞ് കണ്ടില്ലേ? അതെ ആരുടെ? ആരുടെ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. അതെ, ആരും ഒന്നും വിചാരിക്കരുതേ. എനിക്കും പ്രായമായി, ഒറ്റാം തടി. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ഈ കുങ്ഫുക്കാരന് ഞാൻ എന്റെ തല കുനിച്ചു കൊടുത്തു. ഇവിടെ എവിടെ അടി നടന്നാലും കുടുംബത്തിൽ അടി നടന്നാലും ബന്ധുക്കളെ കൊണ്ടുവന്നിട്ട് പരസ്പരം അടിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അന്നേരം നമ്മളിങ്ങനെ കരക്കരുന്നിട്ട് ഈ വള്ളം തുഴയുമ്പോൾ ഈ ഓളം തള്ളുന്ന പോലെ ഒരു തള്ളങ്ങൾ തള്ളും. ആ പാവങ്ങൾ കിടന്ന് വെട്ടും കുത്തും കൊണ്ട് അങ്ങോട്ട് മരിക്കും. ഞങ്ങൾ അങ്ങനെ മരിക്കാൻ തീരുമാനിച്ചില്ല. അതുകൊണ്ട് ഒരു ചെറിയ ഞാണിന്മേൽ ചെറിയൊരു കളി കളിച്ചു. ഞാനുള്ള സ്വന്തമാക്കി.